ആരിഫ് ഹുസൈൻ പറയുകയുണ്ടായി ഇസ്ലാമിനെ പറ്റി പഠിക്കണം, മനസ്സിലാക്കണം ഞങ്ങളെപ്പോലിൽ നിന്ന്. ആരിഫ് ഹുസൈനിൽ നിന്ന് ഞാൻ ഇസ്ലാം പഠിച്ചാൽ നല്ല മട്ടം ഉണ്ടാവും. ആരിഫ് ഹുസൈൻ എന്താ അറിയാം ഇസ്ലാമിനെ പറ്റി? ഹോമിയോപ്പതി പഠിച്ച ഒരുത്തൻ, അതായത് തെങ്ങുമ്മക്കാരുന്ന ഒരുത്തനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് മൂപ്പരോടാണ് ഞാൻ ഇസ്ലാം പഠിക്കണം തന്നെ എന്താ? അതുപോലെ അല്ലാതെ എന്താ പറയുന്നത്? ഇസ്ലാമിനെ പറ്റി പഠിച്ച ആളില്ലെന്ന് അതാണ് ഞാൻ കോളേജുകൾ ഇന്ത്യക്ക് പുറത്തുള്ള കോളേജുകളിൽ നിന്ന് പഠിച്ചത്. അറബി ഭാഷയിൽ അറിയാൻ വിശുദ്ധ ഖുർആൻ ഒരു വാചകം വായിച്ച അർത്ഥം പറയാൻ ഈ ആരിഫ് ഹുസൈൻ അറിയില്ല. ആ കക്ഷിയിൽ നിന്ന് ഞാൻ ഇസ്ലാം പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വലിയ വിഡിത്ത. 2 ഇസ്ലാം ഈ എന്താ പറയുക മതം ഉപേക്ഷിച്ചവനെ കൊല്ലണം എന്ന് പറഞ്ഞത് പ്രവാചകൻ്റെ ഈ ദിവ്യബോധനം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾ അതിനെ തള്ളിപ്പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ പ്രവാചകൻ്റെ കാലത്ത് കൊന്നില്ല, അബൂബക്കറിൻ്റെ കാലത്ത് കൊന്നില്ല, ഉമറിൻ്റെ കാലത്ത് കൊന്നില്ല, ഉസ്മാൻ്റെ കാലത്ത് അദ്ദേഹം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എവിടെയാണ് കൊല്ലുന്നത്? ദീൻ എന്ന വാക്കിന് ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. അതാണ് ആദ്യം ഹുസൈൻ പഠിക്കേണ്ടത്. മാക്കാനലു ഫീ ദീനിൽ മലിക്, അതിനർത്ഥം ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ജോസഫ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ ബ്രദേഴ്സ്, അദ്ദേഹം ജോസഫ് കട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ഫീ ദീനിൽ മലിക്, ആ രാജ്യത്തെ നിയമം അനുസരിച്ച് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പദങ്ങളൊക്കെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയാലേ ഇസ്ലാം മനസ്സിലാവുള്ളൂ. ഇതൊന്നും അറിയാതെ വിവരക്കേട് വന്നിട്ട് നിങ്ങളെപ്പോലുള്ള ജന ടി വിയെ പോലുള്ള ആൾക്കാർ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവർ വലിയ ആൾക്കാരാണെന്ന് വ്യക്തി അവർക്ക് സ്വയം തോന്നുക. ഇപ്പോൾ ഞങ്ങൾ തിരക്കട് ഞങ്ങൾ വലിയ പണ്ഡിതന്മാരാണ്. ആൺകുട്ടികളോട് ഏറ്റുമുട്ടാൻ വരണ്ട, ആരിഫ് ഹുസൈനോട് പറയാനുള്ള, ആൺകുട്ടികളോട് ഏറ്റുമുട്ടാൻ വരണ്ട, ഇസ്ലാം പോയി പഠിക്കും, അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ ശ്രീ അബ്ദുള്ള, ശ്രീ ആരിഫ് ഹുസൈൻ അങ്ങയിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഒരൊറ്റ ചോദ്യം ശ്രീ രാജ്മോഹനിലേക്ക്, കാര്യം സമയം വളരെ കുറച്ചേ ഉള്ളൂ. ശ്രീ രാജ്മോഹൻ, ഈ മതേതരത്വം എന്ന ഉമ്മാക്കിക്ക് മുന്നിൽ പകച്ച് നിൽക്കണോ? ശ്രീ ആരിഫ് ഹുസൈനിലേക്ക് എനിക്ക് പോകേണ്ടതിന് മുമ്പ് പക്ഷേ ഇപ്പം തെളിഞ്ഞു വരുന്നത് എന്താണ്? മെഡിക്കൽ ഡോക്ടർമാർ, അഭ്യസ്ത വിദ്യർ, പോസ്റ്റ് ഗ്രാജുവേഷൻ അടക്കം ഉള്ളവർ, PhD നേടിയവർ, എഞ്ചിനീയർമാർ, സോഫ്റ്റ്വെയർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇവരൊക്കെ ടെറർ മൊഡ്യൂളുകളുടെ ഭാഗമാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്യണ്ടേ? പ്രഥമം രാഷ്ട്രം എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരം ആരിഫ് ഹുസൈൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ അത്തരം അപ്രഹെൻഷൻസ് പോലും ഒഴിവാക്കിക്കൊണ്ട് ഇറങ്ങിച്ചെല്ലണ്ടേ? എവിടെയാണ് ഇത് പഠിപ്പിക്കുന്നതെങ്കിലും അത് കണ്ടെത്തി അത് സ്കാൻ ചെയ്ത് അത് നിർത്തിക്കണ്ടേ, തുടച്ചു നീക്കണ്ടേ? ശ്രീ രാജ്മോഹൻ, വളരെ പെട്ടെന്ന്. അല്ല, ഒരു പരിധിവരെ ശരിയാണ്, പറയുന്നത് ശരിയാണ്. കാരണം ഞാൻ നോക്കുക, 2 വർഷം മുമ്പേ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നടക്കുമ്പോൾ ഇന്ത്യ തോറ്റപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ മെഡിക്കൽ കോളേജിൽ കുട്ടികൾ സെലിബ്രേറ്റ് ചെയ്തു. ശരി, നമ്മൾ അന്ന് പോലെ ചിന്തിക്കണത്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിലൊരു നമുക്ക് ചൂണ്ടുപറയാണ്. ഈ വേറെ ഇൻഫർമേഷൻ പറയാം, ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ 6000-ഓളം കുട്ടികൾ ഢാക്കയിലെ പല മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അവിടെ കാരണം വെച്ചാൽ അവിടെ അതിൻ്റെ ഫീസൊക്കെ കുറവാണ്. ഇനി ഇവർ മടങ്ങി വന്ന് ഇവിടെ എന്താ ചെയ്യുക? വീടൊന്നോ നമ്മളറിയില്ല. അപ്പം ഇതൊക്കെ തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾ ഇത് പഠിക്കണം. അന്വേഷണ ഏജൻസികളും നമ്മളെ IBയും നമ്മുടെ റോവും നമ്മുടെ ഇന്റലിജൻസ് വിഭാഗവും നമ്മുടെ ഗവൺമെന്റും നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും സംസ്ഥാന സർക്കാരും എല്ലാം കൂട്ടായി പ്രവർത്തിക്കണം. അങ്ങനെ കൂട്ടായി പ്രവർത്തിച്ച് ഇത് എങ്ങോട്ടാണ് നീങ്ങുന്നത്, ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അത് മറച്ചു വെക്കാതെ അതിലേക്ക് ഡീപ്പായി ചെല്ലുക, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ നമ്മളുടെ കുട്ടികൾ, നമ്മളിവിടെ പഠിക്കുന്ന മെഡിക്കൽ കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അവരെ വഴി തിരിച്ച് നമ്മുടെ നാട്ടിലേക്കും, രാഷ്ട്രമാണ് നമ്മുടെ നാടാണ് വലുത്, നമ്മളെ ഇന്ത്യ മഹാരാജ്യമാണ് വലുത്. ഈ രാജ്യം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ മാതൃഭൂമിയെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കണം. എന്നാലും മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ കൂടി ഇന്ത്യ ജീവിക്കണം. അല്ല, ഇന്ത്യയിൽ ജീവിക്കല്ല, നമ്മളെ കൂടി ഇന്ത്യയിൽ നമ്മളെ കൂടി ഇന്ത്യ ഈ മഹാരാജ്യം ജീവിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കുട്ടികൾ, അത് മെഡിക്കൽ സ്റ്റുഡൻസ് ആയാലും ശരി, നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയാലും ശരി, ബാക്കിയുള്ള സ്റ്റുഡൻസ് ആരായാലും അവരിലേക്ക് ഒരു നമ്മുടെ നാഷൻ, അതായത് നമ്മൾ ഇതിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ്, ഐ ആം റെഡി ടു ഡൈ ഫോർ മൈ കൺട്രി, ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കുക. അതിൽ കൂടി നമ്മുടെ രാജ്യം ജീവിക്കുക. അതിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരണം. അതിനാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അല്ലാതെ വെറും ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനിയൊക്കെ പറഞ്ഞ് അതാണ് ഞങ്ങൾ നല്ല മതം, നിങ്ങളുടെ മതം മോശം, അതല്ല വേണ്ടത്. നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ രാഷ്ട്രത്തോട് സ്നേഹം കാണിക്കുക എല്ലാവരും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്.